വെൽക്കം ബാക്ക് ടു കെറി ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന ഷെയ്നികാമിൻ്റെ ബൾട്ടീന സിനിമ ആണ് വന്നിരിക്കുകയാണ് വനിതയിൽ. 3:30 ഷോ, സ്ക്രീൻ 3. ബൾട്ടി ഡയറക്റ്റഡ് ബൈ ഉണ്ണി ശിവലിംഗം. ആക്ച്വലി എന്താ ഞാൻ പറയാം, ഇപ്പം ഞാൻ ഈ അടുത്ത കണ്ട മലയാള സിനിമകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റുനോക്കിയ ഡയറക്ടേഴ്സൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മളെ നിരാശപ്പെടുത്തി. അപ്പോൾ ദൈവം, ഞാൻ ആലോചിച്ചു, ദൈവം ഇതെന്താ ഹോളിവുഡ് ഇപ്പോൾ വന്ന് ലോകം ഹൃദയബോധത്തിന് ശേഷം പിന്നെ ഇറങ്ങിയ ഒരു സിനിമ അത്ര ക്ലച്ച് പിടിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പടം, ഒരു ഷെയ്നികാമിൻ്റെ ഒരു പടം. സത്യം പറഞ്ഞ ബൾട്ടി എന്ന സിനിമ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് കിട്ടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് പടം കാണാനായിട്ട്. അത്രയും വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ ഇപ്പോൾ ഇറ്റ് ലുക്സ് ഗുഡ്. പിന്നെ സിനിമയുടെ റിപ്പോർട്ട്സൊക്കെ കേട്ടപ്പോൾ എല്ലായിടത്തും ഒരുപോലെ എല്ലാവർക്കും ഒരേ നല്ല 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 റിപ്പോർട്ട്സ്, പോസിറ്റീവ് അഭിപ്രായമാണ് ഈ പടത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, നേരെ പോയി ഇന്ന് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു. അപ്പോൾ അതിൻ്റെ അപ്പുറം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാനാണെങ്കിൽ എൻ്റെ നല്ലൊരു ഒരു ഇടിപ്പടം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടോ. കാരണം എനിക്ക് ഭയങ്കര എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഈ പോസിറ്റീവ് ഘടകമായിട്ട് പറയാമെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. പക്ഷേ ഏറ്റവും പോസിറ്റീവ് ഘടകമായിട്ട് പറയാനെന്ന് വെച്ചാൽ ഇതിലെ ആക്ഷൻ സീക്വൻസ് ആണ്. എൻ്റെ പൊന്നും, ആരാണ് ഒരു പുതിയ ആൾക്കാരങ്ങോട്ടാണ് ചെയ്യുന്നത് തോന്നുന്നത് ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസ് ചെയ്തത്. പക്ഷെ അത് എന്താ പറയുക, ഒട്ടും ഒരു ഒന്നൊന്നര പൊളി ഫൈറ്റ് എന്ന് പറയാം. കാരണം അതെടുത്ത് വെച്ച ക്യാമറ വർക്കും പിന്നെ സിനിമയുടെ മേക്കിങ്ങും ടെക്നിക് സൈഡും പിന്നെ മ്യൂസിക് BGM. ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായ് അഭയങ്കർ എന്ന് പറഞ്ഞൊരു പുതിയൊരു മ്യൂസിക് ഡയറക്ടറാണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫസ്റ്റാണെന്ന് തോന്നുന്നു ഈ സിനിമ മ്യൂസിക്കായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഒട്ടും തോന്നിക്കില്ല അങ്ങനെയാണ്. ഒരു വേറെ ലെവൽ വർക്കായിരുന്നു പുള്ളി ചെയ്തിരിക്കുന്നത്. മ്യൂസിക് BGM ഒക്കെ കട്ടയ്ക്ക് പൊളി. എന്താല്ലേ ആക്ഷൻ ബ്ലോക്കും അതുപോലെ കബഡി സീൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഹാഫൊക്കെ വേറെ ലെവല് ഫസ്റ്റ് ഹാഫായിട്ട് കൊണ്ടുപോയി പടം. ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല കോമഡിയും പിന്നെ അല്പം റൊമാൻസും ഒരു മൊത്തത്തിലൊരു എൻ്റർടൈനിങ് ലെവൽ തന്ന ഒരു ഫസ്റ്റ് ഹാഫ്. ഷെയ്നികാമാണെങ്കിലും ശാന്തനും, അതായത് ഏഞ്ചൽ ജോണിലും പിന്നെ മാസ്റ്ററിലൊക്കെ അഭിനയിച്ചിരുന്ന ഷെയാണ്. പിന്നെ ഈ സിനിമ പിന്നെ അൽഫോൺസ് പുത്രനും പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് ചെയ്ത് നമ്മുടെ സെൽവരാഘവൻ, തമിഴിലെ സെൽവരാഘവൻ, പുള്ളിക്കൻ വില്ലൻ റോൾസ് ജസ്റ്റ് നെയിൽഡ് ഇറ്റ്, എനിക്കെടുത്ത് പറയാനുള്ളൂ. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അവരവരുടെ റോൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഒരു ഇറ്റ്സ് ഗുഡ്. ബട്ട് എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു വേറെ ലെവൽ ആയിട്ട് സെക്കൻഡ് ഹാഫിൽ എവിടെയോ ചെറിയൊരു മിസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഇറ്റ്സ് ലുക്ക് ഗുഡ്. എന്ന് വെച്ചാൽ കുറച്ച് ഇമോഷണൽ എലമെൻറ്റ്സ് സെക്കൻഡ് ഹാഫിലുണ്ട്. പിന്നെ ഒരു യൂഷ്വൽ ടൈപ്പ് ഗ്യാങ്സ്റ്റർ ടൈപ്പ് എലമെൻറ്റ്സ് ഒക്കെ കുറേ സെക്കൻഡ് ഹാഫിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ലുക്ക് ഗുഡ്, എനിക്ക് അത്രയും പറയാനുള്ളൂ. ആദ്യ പകുതി വേറെ ലെവലിൽ, രണ്ടാം പകുതിയും കൊള്ളാം. മൊത്തത്തിൽ ഒരു വേറെ സെറ്റ് പടമാണ്. നല്ലൊരു ആംബിയൻസ്, നല്ല കയ്യടി കിട്ടുന്ന തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം മൂഡിടി പടമാണത്. ഒരു വേറെ മൂഡ്. എന്താ പറയുക, എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത കണ്ട സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്യാവശ്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആയൊരു പടമാണ് ഇത്, ബൾട്ടി എന്ന സിനിമ. പിന്നെ ഷെയ്നികാമിൻ്റെ 25ാമത്തെ സിനിമയിലുണ്ട് പുള്ളി, ഹീസ് ബാക്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒന്നും ആലോചിക്കാണ്ട് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോ. ഇത് വെർത്ത് വാച്ച് തിയേറ്റർ സ്പേസ് തന്നെയാണ് ഉറപ്പായിട്ടും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/4. അപ്പോൾ ഈ ബൾട്ടി എന്ന സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതായിരിക്കും സുല.